ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. കാർത്തിക് IPL നിന്ന് വിരമിച്ചു. അതുകൊണ്ട് അടുത്ത IPL-ൽ RCB ടീമിന് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ആവശ്യമാണ്. ഇന്ത്യൻ താരത്തെയാണ് RCB നോക്കുന്നത്. ഇതേസമയം ഡൽഹി ടീം കഴിഞ്ഞ പ്രാവശ്യം അമ്പെ പരാജയമായിരുന്നു. കോച്ചായ റിക്കി പോണ്ടിങ്ങിനെയും അവർ ഒഴിവാക്കി. ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ഋഷഭ് പന്തിനെയും ഡൽഹി ടീം ഒഴിവാക്കുകയാണ്. ഈ സമയത്ത് RCB ഋഷഭ് പന്തിനെ RCB-യിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതിയിലാണ്. പന്തിന് RCB ടീമിലേക്ക് വരാൻ ഇഷ്ടമാണ്. ഈ ഡീൽ നടക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഋഷഭ് പന്ത് ആയിരിക്കും RCB-യുടെ ക്യാപ്റ്റൻ. അടുത്തൊരു അപ്ഡേറ്റ് CSK ടീമിനെ സംബന്ധിക്കുന്നതാണ്. അടുത്ത IPL-ൽ ധോണി കളിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് CSK ആരാധകർ ആവേശത്തിലാണ്. എങ്കിലും അടുത്ത IPL കഴിഞ്ഞാൽ CSK ടീമിന് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ആവശ്യമാണ്. ഇപ്രാവശ്യം മെഗാ ലേലമാണ്. ഇനി മെഗാ ഓപ്ഷൻ വരുന്നത് അടുത്ത 3 വർഷം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് എല്ലാ ടീമുകളും ഇപ്രാവശ്യം തന്നെ തങ്ങൾക്ക് ആവശ്യമുള്ള താരങ്ങളെ വിളിച്ചെടുക്കുകയാണ്. ഇപ്പോഴിതാ മുംബൈ ടീം ഇഷാൻ കിഷനെ റിലീസ് ചെയ്യുകയാണ്. ഈ സമയം CSK ടീമിൻ്റെ കണ്ണ് ഇഷാനിലേക്കാണ്. അവർക്ക് വിക്കറ്റ് കീപ്പറായിട്ട് ഇഷാനെ ആവശ്യമുണ്ട്. കഴിഞ്ഞ IPL-ൽ മുംബൈ ടീമിൽ മോശം കളിയാണ് ഇഷാൻ കാഴ്ചവെച്ചത്. അതുകൊണ്ടാണ് മുംബൈ താരത്തെ ഒഴിവാക്കുന്നത്. CSK ടീമിലേക്ക് ഇഷാൻ വന്നാൽ അത് ഇഷാൻ കിഷൻ്റെ നല്ല കാലമാണ്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമുമായി ബന്ധപ്പെട്ടതാണ്. രാജസ്ഥാൻ്റെ എല്ലാം അത് സഞ്ജുവാണ്. പക്ഷേ കഴിഞ്ഞ IPL-ൽ രാജസ്ഥാൻ ടീമിന് കപ്പ് നേടാൻ സാധിച്ചില്ല. ഇപ്പോഴിതാ രാജസ്ഥാൻ്റെ മാനേജ്മെൻറ്റ് വരെ മാറിയിരിക്കുകയാണ്. പുതിയ മാനേജ്മെൻറ്റിന് സഞ്ജുവിന് അത്ര ഇഷ്ടമില്ല. സഞ്ജുവിനെ ഒഴിവാക്കാനാണ് അവർക്ക് താല്പര്യം. പകരം പുതിയൊരു താരത്തെ കൊണ്ടുവന്ന് രാജസ്ഥാൻ്റെ ക്യാപ്റ്റനാക്കണം. ഇപ്രാവശ്യം രാജസ്ഥാൻ്റെ കോച്ച് ദ്രാവിഡാണ്. രാജസ്ഥാൻ ടീം മൊത്തത്തിൽ മാറുകയാണ്. അടുത്ത IPL-ൽ പുതിയൊരു രാജസ്ഥാൻ ടീമിനെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ രാജസ്ഥാൻ ടീം സഞ്ജുവിനെ ഒഴിവാക്കിയേക്കുമെന്ന റിപ്പോർട്ട് കാണാനുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് സഞ്ജുവിന് നഷ്ടമാണ്. രാജസ്ഥാൻ ടീമിൽ സഞ്ജുവിന് കിട്ടുന്ന ഫ്രീഡം മറ്റൊരു ടീമിലും കിട്ടാൻ സാധ്യതയില്ല. സഞ്ജുവിനെ റീറ്റേൺ ചെയ്യില്ലെന്ന് ചില റിപ്പോർട്ടുകൾ കാണാനുണ്ട്. അപ്പോൾ ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.